അയാൾക്കൊരു പ്ലഷർ കിട്ടുന്നത് സെക്സിൽ കൂടെയും അതേ സമയത്ത് ആളെ കൊല്ലുന്നതിലും ബ്ലഡ് കാണുന്നതിലും ഒക്കെ ആയിരിക്കാം. പ്രതി പറഞ്ഞ അനുസരിച്ച് മരിച്ചവരുടെ കഴുത്തേ കിടന്ന ആഭരണം എടുത്തു തന്നെങ്കിൽ ഇവൻ പ്രതിയായി. ഈ സ്ത്രീകളൊക്കെ ആയിട്ട് ഇയാൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് ഈ ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പോലീസ് അന്വേഷണം മുറുകിയപ്പം സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇനി ഇയാൾ കൊന്നതാണോ? ഹൈക്കോടതി കൊടുത്ത് ഇയാൾ ആരോഗ്യം കുറവാണ്, നുണപരിശോധനയ്ക്കൊന്നും പുള്ളിക്ക് വിധേയനാകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ വളരെ വിദഗ്ധമായിട്ട് ആണ് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരെ കൊല്ലുന്ന പണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതിന് അപ്പുറത്തോട്ട് പോവുക. പണം ഇയാൾക്ക് ഉണ്ടല്ലോ, ഒരു 2 കോടി കിടപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവരെ കൊല്ലുന്നത്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറം എന്ന സ്ഥലത്തെ സെബാസ്റ്റ്യൻ എന്ന 68-കാരൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് കേരളത്തിൽ. 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് നീണ്ടിരിക്കുന്നത്. ദുരൂഹമാണ് എല്ലാം തന്നെ. ഒരു ക്രൈം സിനിമയെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പല ഭാഗവും ഇപ്പോൾ കുഴിച്ച് പരിശോധിച്ചു. അവിടെ നിന്നൊക്കെ തന്നെ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇപ്പോൾ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായിരിക്കാം സംഭവിച്ചത് പരിശോധിക്കാൻ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നു റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് നമസ്കാരം. വളരെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. സെബാസ്റ്റ്യൻ എന്ന 68-കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. 2.5 ഏക്കർ വലിപ്പമുള്ള ആ പറമ്പിൽ ഒറ്റയ്ക്കാണ്, ആ ഒരു വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആകെ കൂടിയ ഒരു ദുരൂഹത അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ നോക്കുമ്പോൾ 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നീണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു അങ്ങേക്ക്? ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും അല്ല. കാരണം ഇപ്പം നമ്മൾ അത് ഇന്ത്യയിലൊക്കെ എല്ലായിടത്തും ഇതുപോലെ നടക്കുന്നു. പക്ഷേ അതിലോട്ടൊന്നും വെളിച്ചം വീശുന്ന ഒരു അന്വേഷണം വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിപ്പം ധർമ്മസ്ഥലയിലെ അറിയാം. പിന്നെ കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന എലന്തൂരിലെ 2 പേരെ കൊന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പം 3 അല്ല 4 ആയി. അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പം വരുന്നത്. അപ്പം ഇയാൾക്കിപ്പോൾ 68 വയസ്സുണ്ട്. അയാൾ പോലീസിൻ്റെ അടുത്ത് ഒന്നും സഹകരിക്കുന്നില്ല. ഇയാളിലേക്ക് സംശയം വരാൻ കാരണം 2006 അവിടെ ചേർത്തല കടക്കരപ്പള്ളിയിലെ ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കാണാതെ പോയി. അവർക്ക് 52 വയസ്സ്. അവിടെയാണ്. അതിനെ സംബന്ധിച്ച് അവരുടെ ബ്രദർ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് 2017 രജിസ്റ്റർ ചെയ്തു. ആ അന്വേഷണം എങ്ങും എത്തിയില്ല. അതിനുശേഷം പിന്നീട് ഐഷ എന്ന ഒരു സ്ത്രീയെ കാണാതെ പോയി. അതിനും അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതും എങ്ങും എത്തിയില്ല. അവിടുത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ജില്ലാ ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എങ്കിലും ഒരു മെറ്റിക്കുലസ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല. അത് പല സ്വാധീനം കൊണ്ടാകാം. സാമ്പത്തിക സ്വാധീനമാകാം, അന്വേഷണത്തിൽ അവർക്ക് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടാകാം. കാരണം ഒരു മിസ്സിംഗ് കേസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാകും. ധാരാളം മിസ്സിംഗ് കേസ് കേരളത്തിലുണ്ട്, തെളിയാത്ത കിടപ്പുണ്ട്. അപ്പോൾ ഈ ബിന്ദു പത്മനാഭൻ്റെ കേസ് അന്വേഷണം എങ്ങും എത്തിയില്ല. പിന്നീട് ഒരാളെ ഇവിടെ കാണാതെ പോയ ഐഷ, അതും എങ്ങും എത്തിയില്ല. 3ാമത് ഇപ്പം അതിരമ്പുഴ ഏറ്റുമാനൂരുടെ അടുത്ത് അതിരമ്പുഴയിൽ നിന്നാണ് ജൈനമ്മ എന്ന അവർക്ക് അത് 2024 ഡിസംബർ 23-ാം തീയതി ജൈനമ്മ കാണാതെ പോയത്. ജൈനമ്മ പ്രാർത്ഥനക്കാരിയാണ്. എപ്പോഴും പള്ളിയിലും അവിടെ ഈ പ്രാർത്ഥന ഉള്ള സ്ഥലത്തെല്ലാം പോവും. അവർ കയ്യിൽ സ്വർണ്ണ വളയുണ്ട്, കഴുത്തിൽ മാലയുണ്ട്, സ്വർണ്ണമാല, കടുക്കനെ ഇട്ടിട്ടുണ്ട്, കമ്മലുണ്ട് സ്വർണം. അപ്പം അവരെ കാണാതെ പോയി. അതിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസ് നടത്തി, എങ്ങും എത്തില്ല. ഇപ്പം സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിന് പോയി. അതോടെ ഈ അന്വേഷണത്തിൻ്റെ തലം മാറി. അപ്പോൾ അങ്ങനെ അന്വേഷണം മാറിക്കഴിഞ്ഞപ്പം അതുമായിട്ട് ഇവരുടെ നമ്പർ നോക്കിക്കഴിഞ്ഞപ്പം, മൊബൈൽ നമ്പർ നോക്കിക്കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു കോള് ഈ പോയിരിക്കുന്ന ആലപ്പുഴ ചേർത്തലയിലെ നമ്മുടെ സെബാസ്റ്റ്യൻ്റെ
ഫോണിലേക്കും അവരുടെ ഫോണിൻ്റെ ലൊക്കേഷനും അവിടെ സംശയമായി. അപ്പോൾ സെബാസ്റ്റിനെ നേരത്തെ സംശയിച്ച് ഈ എൻ്റെ കേസിലൊക്കെ അയാളുമായിട്ട് അടുപ്പവും ഫോൺ കോൾസൊക്കെ കണ്ടപ്പം അവർ ലോക്കൽ പോലീസൊക്കെ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ വിദഗ്ധമായിട്ട് അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു. നേരത്തെയുള്ള കേസുകളിൽ 2 കേസിൽ. അപ്പോൾ അതുകൊണ്ട് അതെങ്ങും എത്തിയില്ല. വളരെ ക്ലവറാണ് അയാൾ, ഒന്നും സംസാരിക്കത്തില്ല. അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചു പോയിരിക്കാം എന്ന് ഞാൻ കരുതുന്നത്. മക്കളുടെ കാര്യമൊന്നും അറിഞ്ഞുകൂടാ. അതൊന്നും ഇപ്പോഴും അതേപ്പറ്റിയൊന്നും വെളിയിലോട്ട് വിവരങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇവർ 2 ഐഷ എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഈ ബിന്ദു പത്മനാഭനും എല്ലാവരും 50-52 വയസ്സിനകത്തുള്ളവരാണ്. ആ ഒരു ഏരിയയിൽ അവരെല്ലാവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. സ്വല്പം ഈ ബിന്ദു പത്മനാഭന് ഏകദേശം ആലുവയിലും എടപ്പള്ളിയിലൊക്കെ ആയിട്ട് 1.5-2.5 ഏക്കറോളം ഉണ്ട്. അതിലൊരെണ്ണം ഇയാൾ കച്ചവടം ചെയ്ത് വേറെ ബോഗസായിട്ട് ചെയ്ത് അത് ഒരെണ്ണം വിറ്റിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു കേസും ഉണ്ട് ബിന്ദു പത്മനാഭൻ. അപ്പോൾ ഇയാളുമായിട്ട് ചില ഇടപാടുകളുണ്ടെന്ന് ബിന്ദു പത്മനാഭൻ്റെ ബ്രദറിനൊക്കെ അറിയാം. അങ്ങനെയാണ് അവർ 2017 ഇയാളാണ് അവർ മിസ്സിങ് ആയെന്ന് പോയപ്പോൾ ഇയാളാണ്. അവരുടെ സ്ഥലങ്ങളൊക്കെ മിക്കവാറുമൊക്കെ വിറ്റിരിക്കുന്നു. അപ്പോൾ പണം അടിച്ച് മാറ്റാനുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ, സ്വത്തുള്ളവരെ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയൊക്കെ കണ്ടെത്തി അവർ മിസ്സാകുന്നു. അതാണ് ആ ഒരു കേസിനകത്ത് മനസ്സിലായ പോലീസ്. പക്ഷേ ഇയാളെ നുണപരിശോധനയ്ക്കൊക്കെ ഇയാളെ കൊണ്ടുപോകാനായിട്ട് പോലീസ് ശ്രമിച്ചപ്പം ഇയാൾ ഹൈക്കോടതി റിട്ട് കൊടുത്തു. ഹൈക്കോടതി കൊടുത്ത് ഇയാൾ ആരോഗ്യം കുറവാണ്, നുണപരിശോധനയ്ക്കൊന്നും പുള്ളിക്ക് വിധേയനാകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ വളരെ വിദഗ്ധമായിട്ട് ആണ് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ കോട്ടയത്തെ കേസ് വന്നപ്പോഴാണ് ഈ 2 കേസിനെ പറ്റിയുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നത്. ഒന്ന് ബിന്ദു പത്മനാഭൻ്റെയും ആയിഷയുടെയും. അപ്പോൾ ഈ ആയിഷ എന്ന് പറയുന്നവരെ വീടിനടുത്ത് റോസമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അവർ ഒറ്റയ്ക്ക് താമസിക്കാം. അവിടെ ഇയാൾ സ്ഥിരം വരും. അവരുടെ കെയർ ഓഫിലാണ് ഈ ആയിഷയെ പരിചയപ്പെടുന്നത്. ഇവരും ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവരും ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ ആയിഷയുടെ ഒരു പെൻഷനറാണ് അവർ. സർക്കാർ ജോലിയുണ്ട്, പെൻഷനുണ്ട്, അവർക്ക് നല്ല സാമ്പത്തികമുണ്ട്. അതിനുശേഷം അവരെ കാണാനില്ല. അപ്പോൾ 2 പേരെ കാണാതെ പോയി. 2 കോണ്ടാക്ട് ചെയ്യുന്നതെല്ലാം സെബാസ്റ്റ്യനാണ്. പക്ഷേ ലോക്കൽ പോലീസ് ഈ 2 പേരെ കാണാതെ പോയിട്ടും അവർക്ക് ഇയാളൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇൻട്രോഗേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ വളരെ ക്ലവർ, ബുദ്ധിമാനുമാണ്. ഒന്നും മിണ്ടത്തില്ല, കഴിവുള്ളത്. ഇപ്പം തന്നെ ഇത്ര സംഭവം ഉണ്ടായിട്ടൊന്നും അയാൾ മിണ്ടാതിരിക്കുകയാണ് പറഞ്ഞു. ചോദ്യത്തിന് ഉത്തരവില്ല, ഒന്നും പറയത്തില്ല. അപ്പോൾ അയാളുടെ കാലിലെങ്ങാണ്ട് ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് കാല് മുറിഞ്ഞ് അവിടെ പഴുത്ത് 2 കാലിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്. 68 വയസ്സുള്ള ആൾ, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ആയിഷയുടെ അവിടെ ഗവൺമെൻറ്റിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നുണ്ടായിരുന്നു. അവർ ജീവിച്ചിരിക്കുന്നില്ല എന്ന് വീട്ടുകാർക്ക് തോന്നാൻ കാരണം 2.5 വർഷം ആയിട്ടും പെൻഷൻ എടുക്കുന്നില്ല. ഇപ്പോൾ അവരുടെ പെൻഷൻ സർക്കാർ കട്ട് ചെയ്തു, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതൊരു കാരണം എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പെൻഷനുകൾ എടുത്തേനെ. അപ്പോൾ ഈ 2 കേസും ഡിസപ്പിയർ ചെയ്തിരിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലായി, ആളില്ല. അതേസമയത്ത് അവിടെ രൂപേഷ് എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ കമ്മിറ്റിക്കാർ നാട്ടുകാരുടെ ഉണ്ട്. ഇയാളെ പിടിക്കണം, അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ വർഷങ്ങളായിട്ട് ഈ ബിന്ദു പത്മനാഭനെ മിസ്സായ കാലഘട്ടം മുതലുള്ള ഒരു ആക്ഷൻ കൗൺസിലും കമ്മിറ്റിയും രൂപേഷ് എന്ന് പറഞ്ഞ ആൾ അവരൊത്തിരി കാര്യങ്ങൾ സർക്കാരിനോട് പറയും. അവർ മെയിനായിട്ട് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പണം വാങ്ങിക്കുന്നതാണ്. ഈ ആയിഷയുടെ കേസിനകത്തും ഈ ബിന്ദു പണിക്കര് ഇതിൽ അവരെ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടാകാതിരിക്കാൻ കാരണം അയാൾ നന്നായിട്ട് പൈസ കൊടുക്കും. ഇപ്പോൾ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1,60,00,000 രൂപയും മറ്റൊരു അക്കൗണ്ടിൽ 40 ലക്ഷം രൂപയും കിടപ്പുണ്ട്. 2 കോടിയോളം രൂപ 2 കോടി ബാങ്കിൽ കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ഇയാൾ ഇവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് പോലീസിന് ഇഷ്ടം പോലെ പണം കൊടുത്ത് ഇയാളുടെ അന്വേഷണം വരാതെ. അങ്ങനെ മോൻസൺ മാവുങ്കലിൻ്റെ അവിടെ അത് ഞാൻ ഞെട്ടിച്ചു കളഞ്ഞു. മോൻസൺ മാവുങ്കലിൻ്റെ അവിടെ ഒരു DIG സുരേന്ദ്രൻ ഉണ്ട്. ഇന്നലെ അവർ TV പറഞ്ഞു അയാൾ അവിടെ DYSP SP ആയിരിക്കുമ്പോഴാണ് ഈ കേസ് നടക്കുക, അയാൾ പൈസ വാങ്ങിച്ചത്. അങ്ങനെ ആരോ അത് വന്നിട്ടുണ്ട്. കറപ്റ്റഡ് ആളാണ് അതിൽ. മോൻസൺ മാവുങ്കലിൻ്റെ അവിടെ പോയി നമുക്കറിയാം ആ കേസിലൊക്കെ പ്രതിയായി. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ. പിന്നെ ഒരു IPS ഡയറക്റ്റ് കിട്ടിയ ഒരാളുണ്ട്. ഇയാൾക്ക് IPS സ്റ്റേറ്റ് അവിടെ അവാർഡ് ചെയ്ത് പോയതാണ്. മറ്റേ ഡയറക്റ്റ് IPS ഒരാളുമുണ്ട്. അവരൊക്കെ കറപ്റ്റഡ് ഓഫീസേഴ്സ്. അയാൾ ആലപ്പുഴ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതിന് ഒരു എങ്ങും എത്തും പിടിയില്ലാതെ പോയെന്നും കാരണം
സെബാസ്റ്റ്യൻ പണം കൊടുക്കും, ഇഷ്ടംപോലെ പണമുണ്ട്. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ ചിന്തിക്കുമ്പം സെബാസ്റ്റ്യൻ്റെ ഇപ്പം ആ വീടും 2.5 ഏക്കർ സ്ഥലവും പഴയ തറവാട് ഒരു വീടുമുണ്ട്, അവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം കോട്ടയം പോലീസ് ജൈനമ്മയുടെ കേസിലിട്ട് അവർ ലാസ്റ്റ് കോൾ ഇവിടെ ആയതുകൊണ്ട് ഈ വീടൊക്കെ പരിശോധിച്ചു. സെബാസ്റ്റ്യൻ അതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അവസാനത്തെ കോൾ ഇവിടാണ്, പിന്നെ കോളില്ല. പിന്നെ അതിൽ കൗതുകം ഉയർത്തിയ വേറൊരു കാര്യം, ഈ മൊബൈൽ ഫോണിൽ നിന്ന് റോസമ്മയെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത് റോസമ്മ കഥാപാത്രമുണ്ട്. അവരുടെ റോൾ എന്താണെന്ന് ഇതുവരെ നമുക്ക് അറിയത്തില്ല. എങ്കിലും ഇയാളോട്ട് അടുപ്പമുള്ള സ്ത്രീയാണ്. പക്ഷേ അവരെ കൊന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത്രയും പണം ഉണ്ടായി ഒത്തിരി പോലീസിനും കൊടുത്തു. ഇയാൾക്ക് ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളെ വളച്ച് കൊല്ലുന്നതെങ്കിൽ, പണത്തിന് വേണ്ടിയാണെങ്കിൽ, അതിൽ നിന്ന് ഞാൻ മാറി സഞ്ചരിക്കുന്നതിൻ്റെ കാരണം അതാണ്. 2024 ഡിസംബറിൽ എന്തിനാണ് ജൈനമ്മയെ കൊണ്ടുപോയി കൊന്നത്? പൈസ ഉണ്ടല്ലോ. ആ പൈസ ഉണ്ടായിട്ടും ഇയാൾ അവരുടെ കഴുത്തിൽ കിടന്ന മാലയും അവരുടെ വളകൾ, സ്വർണ്ണവളയും അവരുടെ കമ്മലും വിറ്റിരിക്കുന്നു. വിറ്റതിപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ അവരെ കൊല്ലുന്ന പണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതിന് അപ്പുറത്തോട്ട് പോവുക. പണം ഇയാൾക്ക് ഉണ്ടല്ലോ, ഒരു 2 കോടി കിടപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവരെ കൊല്ലുന്നത്? അപ്പോൾ അയാൾക്കൊരു പ്ലഷർ. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. അല്ല പിന്നെ എങ്ങനെയാണ് വരുന്നത്? അയാൾക്ക് ആവശ്യത്തിന് പണം കിട്ടി, കൊന്ന് 2 പേരെ 3 പേരെ കൊന്നിട്ട് പണം ബാങ്ക് ശേഖരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും അയാൾ ജൈനമ്മയുടെ പുറകെ പോയത്? ചിലർക്ക് ഇങ്ങനെ കൊലപാതകങ്ങൾ ഒരു ഹരമാണ്. അപ്പം എനിക്കൊരു, ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് വെച്ച് ലോജിക്കായിട്ട് പൊരുത്തപ്പെടുന്നില്ല. പണത്തിന് വേണ്ടിയിട്ടല്ല അപ്പം. അപ്പോൾ അവരുമായിട്ട് വലിയ സെക്സ് വല്ലതും ഉണ്ടോ, അതും വേറൊരു ആസ്പെക്റ്റ്. അപ്പോൾ അയാളുടെ വീടിൻ്റെ അവിടെ നിന്ന്, മുറിയിൽ നിന്നൊക്കെ പോലീസ് പരിശോധന ധാരാളം കോണ്ടം കിട്ടിയിട്ടുണ്ട്. ഇപ്പം പോലീസ്, കോട്ടയം പോലീസ് ഏതായാലും വളരെ ക്ലെവറായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അവർ ഈ വീട് പരിശോധിച്ചു. അതിനകത്ത് കോമ്പൗണ്ടിനകത്ത് 3 കുളമുണ്ട്. അതിലൊരു കുളം ഇന്നലെ പറ്റിച്ചു. അപ്പോൾ നേരത്തെയുള്ള പരിശോധനയിൽ കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് പരിശോധിച്ചപ്പം 15 അസ്ഥി കഷ്ണം കിട്ടിയിട്ടുണ്ട്, 15 എണ്ണം. പിന്നെ ഇന്നലെ പരിശോധിച്ചപ്പം 6 എണ്ണം കൂടെ കിട്ടി. അപ്പോൾ 22 എണ്ണം. അത് 22 എണ്ണം അസ്ഥികൾ ആരുടെയൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. അത് DNA എടുത്തിട്ട്, അത് കോട്ടയം ജൈനമ്മയുടെ വീട്ടുകാരുടെ DNA എടുത്തിട്ട്, അസ്ഥി കണക്ഷൻ്റെ മുഴുവൻ DNA എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ട് അവരെ മാത്രം തിരിച്ചു വച്ചിട്ട് ബാക്കി ആരുടെ, അന്നേരം നമുക്ക് ഈ ഐഷയിലോട്ടോ ബിന്ദു പത്മനാഭൻ്റെ അടുത്തോ ഇനി വല്ലവരും ഉണ്ടോ അവരിലേക്ക് വരും. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട, ജൈനമ്മയായിട്ട് ബന്ധപ്പെട്ട എത്ര അസ്ഥി കഷ്ണം ഉണ്ടെന്ന് പോലീസ് ഇപ്പം കണ്ടെത്തും. അവരുടെ സ്വർണം ഇവർ റിക്കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വെളിയിലോട്ട് വന്നില്ലെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ട്, പത്രക്കാരൊക്കെ അത് റിക്കവർ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം ജൈനമ്മയുടെ മർഡർ കേസ് അതൊരു മർഡർ കേസായിട്ട് തന്നെ കോടതി ട്രയൽ ചെയ്യാൻ പറ്റും. എവിഡൻസ് ഉണ്ട്, അവരില്ല, അവർ അസ്ഥി കഷ്ണമുണ്ട്, അത് കിട്ടി നല്ലൊരു എവിഡൻസാണ്. പിന്നെ അവിടെ ഇന്നലത്തെ പരിശോധനയിൽ കുളം മുഴുവൻ പറ്റിച്ച് പരിശോധിച്ചപ്പം 2 സാരി കിട്ടിയിട്ടുണ്ട്. അത് ആരുടെയാണെന്ന് കണ്ടെത്തണം. അത് ജൈനമ്മയുടെ ആണോ? 2 സാരി കിട്ടിയപ്പം അവർ ഉടുത്തുകൊണ്ട് വന്ന സാരി കൂടാതെ ഒരു സാരിയുടെ വരണമെങ്കിൽ വേറൊരു സ്ത്രീയുടെ ആകാം. 2 സാരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ജൈനമ്മയുടെ ആണെന്ന് കരുതുന്ന ഒരു കൊന്ത, അതവിടെ ഒരു മരത്തെ തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പം ജൈനമ്മയുടെ കാര്യത്തിൽ അതൊരു മർഡർ കേസിൻ്റെ മിക്കവാറുള്ള എവിഡൻസുകൾ കോട്ടയം ക്രൈംബ്രാഞ്ച് കളക്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വരുന്നത്. അപ്പം ആ കേസിനകത്ത് ഇത്രയും പഴക്കമുള്ള കേസാണ്, അവർക്ക് 2024 ആണെങ്കിലും അതിന് മുമ്പുള്ള കേസിലേക്ക് വെളിച്ചം വീശുന്ന ആ ഉദ്യോഗസ്ഥന്മാരും ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം ഏതെങ്കിലും ഒരു ഏജൻസി, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് മറ്റു രണ്ടും ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇതിപ്പം നോക്കുമ്പോൾ ജൈനമ്മ കോട്ടയം ക്രൈംബ്രാഞ്ച്, ജൈനമ്മ കേസ് അന്വേഷിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ്, ബിന്ദു പത്മനാഭൻ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്, ഐഷയുടെ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച്. അത് ഏതെങ്കിലും ഒരു അന്വേഷണം കാരണം എന്നറിയോ, അതിനകത്ത് പോലീസിന് ഒത്തിരി ഹഡിൽസ് വരും. കാരണം ഈ 22ഓളം അസ്ഥി കഷ്ണം കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ജൈനമ്മയുടെ അല്ലാത്ത അസ്ഥി കഷ്ണം കോട്ടയം ക്രൈംബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആ ക്രൈംബ്രാഞ്ച് ആ അസ്ഥി കഷ്ണം ഒഫീഷ്യലായിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം.
അതൊക്കെ പ്രശ്നമാണ്. നിയമപ്രശ്നങ്ങൾ പലതും അതിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് ഇത് ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവർ അന്വേഷിക്കണം. ഈ കേസിൻ്റെ മാത്രം മിച്ചമുള്ള സാധനങ്ങൾ മറ്റ് ക്രൈംബ്രാഞ്ചിന് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുതന്നെയല്ല, അവിടെ ഈ കാണാതെ പോയവരെ ഈ ഐഷയുടെയും അതുപോലെ തന്നെ ബിന്ദു പത്മനാഭൻ്റെയും ഇപ്പം ജൈനമ്മയുടെയും ബ്ലഡ്, അവരുടെ കുടുംബക്കാരുടെ ബ്ലഡ് സാമ്പിൾസ് എടുക്കണം. പക്ഷേ ഇപ്പം അവിടെ വേറൊരു പ്രശ്നം കൂടെ വന്നിരിക്കുന്നു. അർത്തുങ്കൽ പള്ളിയുടെ അവിടുന്ന് ഒരു സിന്ധുവിനെ കാണാൻ പോയിട്ടുണ്ട്. ആ സിന്ധു എന്ന് പറയുന്നതും ഒക്കെ ഈ ഐഷയുടെയും റോസമ്മയുടെയും ഒക്കെ ആയിട്ട് അടുപ്പമുള്ളവരാണ്. ഓക്കെ, അങ്ങനെ. അപ്പം മൂന്നാമത് ഒരാളുണ്ട്. അപ്പം മൊത്തം 4 പേര് ഇതുവരെ. ഈ വേറൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയിൽ അല്ലെങ്കിൽ ആ മരണത്തിൽ സെബാസ്റ്റിന് പങ്കുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. കാരണം ഈ സ്ത്രീകളൊക്കെ ആയിട്ട് ഇയാൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് ഈ ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പോലീസ് അന്വേഷണം മുറുകി ഇപ്പം സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇനി ഇയാൾ കൊന്നതാണോ? കാരണം ഇയാളിലേക്ക് വെളിച്ചം വീശുന്ന ആളാണ്. അതെ. അപ്പോൾ അയാളിപ്പോൾ ഇല്ല. കാരണം ഇയാളുടെ കമ്പനിയിലെ ഈ സ്ത്രീകളെ കണ്ടു എന്ന് പറയാൻ അയാളായിരുന്നു. അപ്പോൾ അയാളിപ്പോൾ ഇല്ല. അതുകൂടാതെ വീണ്ടും ഒരാൾ ആയിട്ട് അടുപ്പം വന്നു, ഒരു ഓട്ടോറിക്ഷക്കാരനും ഇയാളെ കൂടെ സഹകരിച്ചുകൊണ്ടിരുന്നു. അവനും ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ ലിങ്ക് എല്ലാം പോയി. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത്തരത്തിൽ ഒരു സംശയാസ്പദമായി പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കുന്നു. അയാളുടെ പറമ്പിൽ നിന്നും ഈ ശരീരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിക്കൊണ്ടും ഇരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അന്വേഷണം ഏത് രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്? ഈ കേസ് തെളിയിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അല്ല, പ്രതിയുടെ കൺവെൻഷൻ്റെ ആവശ്യമില്ല. ഇല്ല. കൺവെൻഷൻ ബിഫോർ പോലീസ് ഓഫീസർ ഇൻഅഡ്മിസിബിളാണ്. എവിഡൻസ് ആക്ട് തെളിയുന്നതനുസരിച്ച് പോലീസിൻ്റെ അടുത്ത് പറയുന്ന കൺവെൻഷൻ ഒന്നും അഡ്മിസിബിൾ അല്ല. പിന്നെ എന്തിനാ ഇതിന് നടക്കുന്നത്? ഇവനെതിരായിട്ടുള്ള എവിഡൻസുകൾ ശേഖരിക്കുകയാണ് വേണ്ടത്. അത് കോടതി കൊടുക്കുക. നമുക്കൊക്കെ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെയൊക്കെ പല കേസിനകത്തും അവരെ ഒന്നും പ്രതികൾ പറയേണ്ട ആവശ്യമില്ല. സാറേ, ഞാൻ നിരപരാധിയോ, ഞാൻ ഇന്നസെൻ്റ് ആണെന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ ഇന്നസെൻ്റ് ആയിക്കോ, നിനക്കെതിരായിട്ടുള്ള തെളിവാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. ആ തെളിവ് വരുമ്പോൾ നീ ആ കേസിൽ പ്രതിയാണ്, നീ എൻ്റെ അടുത്ത് സമ്മതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചിലരുടെ അടുത്തൊക്കെ നീ അവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ കുറ്റം സമ്മതിച്ചോ പിടിച്ചോ എന്നൊക്കെ ചോദിക്കും. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ അന്വേഷണ കേസിലത്തൊക്കെ എല്ലാം ഓൾഡ് കേസുകളൊക്കെ പലതൊക്കെ പ്രതിയൊക്കെ പിന്നീട് സമയത്ത് പിടിക്കും. പല പ്രതികളും നിരപരാധികളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടിട്ടുമുണ്ട്, പുതിയ പ്രതികൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ കൺഫെഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ കൺഫെഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില റിക്കവറി നടത്താൻ എളുപ്പമുണ്ട്. കൺഫെഷൻ നടത്തിക്കഴിഞ്ഞാൽ കൺഫെഷൻ നടത്തിക്കാം, അതിൻ്റെ ബേസിൽ റിക്കവർ ചെയ്യുക, അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പം കൊല്ലാൻ ഉപയോഗിച്ച കത്തിയാണ്, ആ കത്തി ഇവൻ എവിടെ വെച്ചതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ജൈനമ്മയുടെ മാല, ആ മാല ഇവൻ കൊണ്ടുപോയി പണയം വെച്ചതോ അല്ലെങ്കിൽ ഇവൻ്റെ കസ്റ്റഡി വീട്ടിൽ നിന്ന് എടുത്താൽ അത് 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് വലിയ വാലിഡിറ്റിയാണ്. പ്രതി പറയുന്ന കുറ്റസമ്മതം കോടതി സ്വീകരിക്കത്തില്ലെങ്കിലും പ്രതി പറഞ്ഞ അനുസരിച്ച് മരിച്ചവരുടെ കഴുത്തേ കിടന്ന ആഭരണം എടുത്തു തന്നെങ്കിൽ ഇവൻ പ്രതിയായി. ഓക്കെ, അതാണ് ആ 27 എവിഡൻസ് ആക്ടിൻ്റെ വാലിഡിറ്റി. അതാണ്. വേറെ ഒന്നും പ്രതി പറയുന്ന കോടതി സ്വീകരിക്കത്തില്ല, ഒന്നും സ്വീകരിക്കത്തില്ല. ഓക്കെ. ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെടുത്തുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള തെളിവാണ്. അതെ. അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ അവിടെ ആ വീടിൻ്റെ അവിടെ അകത്തെല്ലാം ടൈൽസൊക്കെ അടുത്ത കാലത്ത് വല്ല വീട്ടിലൊക്കെ പൊളിച്ച ടൈൽസ് കൊണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ മാർബിൾ അവൻ്റെ ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ട്. അത് ഇന്നലെ അവിടെ മാർബിൾ മാറ്റി കുഴിക്കുന്നുണ്ട് അവിടെ. ഇന്നലെ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞില്ല. പക്ഷേ ഇയാളുടെ വെളിയിലുള്ളൊരു ബാത്റൂമിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. വീടിനകത്ത് ഇയാളുടെ അടുക്കളയിലും അല്ല പല സ്ഥലത്തും ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. ആ ബ്ലഡ് സ്റ്റെയിൻസ് ആരുടെയൊക്കെ ബ്ലഡ് സ്റ്റെയിൻസാണ്? ഈ കാണാതെ പോയ ഇപ്പം ഇവരെ ഐഷയുടെയോ അല്ലെങ്കിൽ ബിന്ദു പത്മനാഭൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ജൈനമ്മയുടെ അല്ലാതെ ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ സ്ത്രീകൾ വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവൻ്റെ അല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വേറെ സ്ത്രീകൾ വന്നു, അതാരാണെന്ന് ഇവൻ പറയത്തില്ല. അപ്പം പോലീസ് ഇപ്പം ഈ അർത്തുങ്കൽ പള്ളിയൊക്കെ ഉണ്ട്. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ അവിടെ എലിസബത്ത് എന്നൊരു സ്ത്രീയെ കാണാൻ പോയിട്ടുണ്ട്. ഉണ്ട്. അപ്പം എലിസബറ്റാണ് സിന്ധു എന്ന് പറഞ്ഞ കാര്യം സിന്ധു ആണ്. അപ്പം ഇപ്പം തന്നെ 3 1 4 ഇനിയും കാണാം. ഇയാൾക്കിപ്പോൾ 68 വയസ്സുണ്ട്.
ഇയാൾ അനാരോഗ്യമുണ്ട്. ഇയാൾ എത്രാം വയസ്സിലാണ് ഇത് തുടങ്ങുന്നത്? കാരണം 2006 ബിന്ദുവിനെ കാണാൻ പോയത്. അപ്പോൾ 20 വർഷം, അതിന് 19 വർഷം കഴിഞ്ഞു, 20 വർഷം. അപ്പോൾ 68 20 പോയ 48 വയസ്സിലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇയാൾ എത്ര ചെയ്തു എന്ന് നമുക്കങ്ങനെ അറിയാം. അത് എവിഡൻസ് മുഴുവൻ നശിക്കാൻ ഇയാൾ അവിടുത്തെ ആൾക്കാരെ കൊന്ന ശേഷം ആ എല്ലും കഷ്ണം അങ്ങനെ കൊണ്ട് ഇടണമെന്ന്, കഷ്ണമായിട്ടൊക്കെ മുറിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ ബുച്ചറി നടത്തണം. ഇറച്ചി വെട്ട് വേണ്ടേ? അതെ. അപ്പോൾ ഇറച്ചി വെട്ടുന്നുണ്ട് ഇവനെ. അത് അവനൊരു പ്ലഷറാണെന്നാണ് ഞാൻ പറയണേ. ഓക്കെ, കൊന്ന് ഇത്തരത്തിൽ വളരെ ക്രൂരമായി കൊന്നു കഴിഞ്ഞ് പീസ് ആക്കണമെങ്കിൽ പീസ് സാധനം അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ എല്ല് പോലീസ് പരിശോധിക്കണം. അത് ഏതെങ്കിലും കത്തി കൊണ്ട് അല്ലെങ്കിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് അത് മുറിച്ചതാണോ, അതോ നാച്ചുറലായിട്ട് ഒരാളുടെ എല്ല് ഫ്ലഷ് ചീഞ്ഞഴുകി പോയി കഴിഞ്ഞപ്പം അത് മാത്രം കിട്ടിയതാണോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാൻ കിടക്കും. ഇതിനിടെ ചില കാര്യങ്ങളൊക്കെ കേട്ടു. അയാളുടെ ആ പരിസരത്തുള്ള കുളങ്ങളിൽ ചിലതിൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുന്ന മത്സ്യത്തെ കണ്ടെത്തിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കൊടുത്തിട്ടുണ്ടാകുമോ? അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ആ 3 കുളത്തിൽ അങ്ങനെയുള്ള ഫിഷിനെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ കഷ്ണമായിട്ട് അങ്ങ് ഇട്ടാൽ മതി, എല്ലായിട്ട് തന്നെ മാറിക്കോളും. ബാക്കി മുഴുവൻ മീൻ അടിക്കും, കഴിച്ചുകൊണ്ട് പോകും. ആ സൈസുള്ള മീൻ ഉണ്ട്, മാർക്കറ്റിൽ കിട്ടും. അത് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 കുളവും പറ്റിക്കുന്നുണ്ട് പോലീസ്. അത് തന്നെയല്ല, ഇയാൾ അവിടെ ആ പറമ്പ് 2.5 ഏക്കർ ഉണ്ടായിട്ട് അവിടെ ഒന്നും കൃഷിയൊന്നുമില്ല, കാട് പിടിച്ച് കിടക്കുക. കാരണം ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ അത് വളരെ എളുപ്പം, ആരും വന്ന് ശല്യം ഉണ്ടാക്കത്തില്ലല്ലോ അങ്ങോട്ട്. അതൊക്കെ അത് തന്നെയല്ല, അയാൾ ഈ ഫിഷിനെ കൊണ്ടിട്ട് ഹ്യൂമൻ ഫ്ലഷ് തീറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ ബുദ്ധിയാണ്. എവിഡൻസ് നശിപ്പിക്കാനുള്ള ബുദ്ധിയാണത്. ഇയാളിട്ട് അന്വേഷണം. ഇയാളിപ്പം എന്നാ ചോദിച്ചാലും മിണ്ടൂല, അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ തന്ത്രശാലികളായ കള്ളന്മാർ അങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറ്റവാളികൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെ ഇയാൾ കാണിക്കുന്നത്. കാരണം ഇയാൾക്ക് ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ ജൈനമ്മയുടെ പോലും ഇയാൾ അഡ്മിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇയാൾ കൂടെ ഏതായാലും കോട്ടയം ക്രൈം ബ്രാഞ്ച് കുറേ ഗോൾഡ് അവർ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക. അത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷനായിരുന്നു. പിന്നെ ഇയാളുടെ വീട്ടിനകത്തുനിന്ന് ഇപ്പോൾ അവിടുന്ന് ഒരു കൊന്ത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടുകാർക്ക് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവരുടെ കൊന്തയാണോ ഇല്ലോ. അതെ, കൊല്ലപ്പെട്ട ആൾക്കാരുടെ. പിന്നെ അവിടെ വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടത് ഒരു വെപ്പ് പല്ല് കിട്ടിയിട്ടുണ്ട്. അത് ഈ 4 പെണ്ണുങ്ങൾക്ക് അല്ല എങ്കിൽ വേറൊരാൾ വന്നിരിക്കുന്നു. ക്ലിപ്ഡ് ടീത്ത്. അപ്പോൾ അതായത് ഈ ചിലപ്പോൾ കമ്പിയിട്ട പല്ലായിരിക്കാം, അത് ചിലപ്പോൾ 1 2 പല്ലായിരിക്കും. ആ സാധനം ആരെ? അതിപ്പോൾ ഈ ജയിലമ്മയ്ക്കില്ല. പിന്നെ ഐഷയ്ക്കോ അതുപോലെ തന്നെ ബിന്ദു പൽപ്പന കല്ല് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ആരുടെ? ഈ 4 പേരല്ലെങ്കിൽ അടുത്ത ഒരാളൂടെ വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് ഇവയാൾ പറയില്ല. കാരണം മിസ്സിങ് ആയ ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, ഈ 3 ജില്ലയിലെ മിസ്സിങ് ആൾക്കാർ. കാരണം ഇവിടെയാണ് ഇവൻ്റെ വർക്കിംഗ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ സംശയിക്കുന്നത് ഇയാൾ ഈ ജയനമ്മയുടെ കേസ് ചെയ്യാതിരിക്കായിരുന്നു. സ്വർണം ആവശ്യമില്ല, അല്ലെങ്കിൽ ഇഷ്ടംപോലെ പണമുണ്ട്, ഇയാൾക്ക് 68 വയസ്സായി, ഒരു 2 കോടി രൂപ ബാങ്കിൽ കിടക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവരെ കൊല്ലുന്നത്? അപ്പോൾ ഇയാൾ ചുടുരക്തം കുടിക്കുന്നുണ്ടോ, ഫ്ലഷ് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഞാനങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലത്തെ പല സ്ഥലത്തും പല ആൾക്കാരും ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങയുടെ അന്വേഷണ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഉണ്ട്. ആലുവ കൂട്ടക്കല സമയത്ത് ഞാൻ ഒരു ജോർജ് എന്ന് പറഞ്ഞവനെ സംശയിച്ചു ആ കേസിൻ്റെ അന്വേഷണത്തിൽ. അയാൾ അന്വേഷിക്കാൻ കാരണം അയാൾ ക്രിമിനലാണ്, ഗുണ്ടയാണ്, അതേസമയത്ത് പള്ളിയിലൊക്കെ പോവും. പക്ഷേ ഒരു അച്ഛൻ ഇയാളെ റിഫോം ചെയ്യാനായിട്ട് കൊണ്ടു നടക്കുന്നു. അങ്ങനെയാണ് ആ അച്ഛനെ ഞാൻ പോയി കണ്ടു. അപ്പോൾ അത് ഇയാളെ ചോദിക്കാൻ കാരണം ഒരാളെ കുത്തിക്കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്ത് നക്കും. ഓക്കെ, അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിരിക്കുന്നു ആലുവക്കോട്ട സമയത്ത് ആ കേസ് അന്വേഷിച്ച്. അവസാനം ഞാൻ അവനെ പോയി കണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ണൂർ ജയിലിലാണ്. അവിടെ പിന്നെ ജയിൽ ജീവനക്കാർക്കൊന്നും വോയിസ്, ഞാൻ അവിടെ ചെന്ന് 3 ദിവസം ആയില്ല. ഞാൻ അതും ചാനലിൽ എവിടെ പറഞ്ഞു. ഞാൻ ചുറ്റിക്കറങ്ങി കോടതിയുടെ അനുവാദത്തോടുകൂടി ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയതാണ്. പക്ഷേ അവിടുത്തെ ജയിൽ ജീവനക്കാർക്ക് ഒരു വോയിസും ഇല്ല. അവിടുത്തെ തടവുകാരാണ്, പാർട്ടിക്കാരാണ്, അവർക്കേ മാത്രം അവരുടെ അനുവാദം കൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ? അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥ. അതെ, അന്ന് 2001 25 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്.
അതിലും ഭീകരാവസ്ഥയാണ് ഇപ്പം. ജയിലൊന്നും രാഷ്ട്രീയക്കാർ ഭരിക്കാൻ പോകരുത്. അവിടെ ആ രാഷ്ട്രീയക്കാരുടെ അണികളായ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരാണ് ഭൂരിപക്ഷം അവിടുത്തെ ജീവനക്കാർ. ഭൂരിപക്ഷമല്ല, എല്ലാ 100% അങ്ങനെയാണ്. അതൊന്നും നല്ലതല്ല. അത് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഒരു നമ്മുടെ സ്റ്റേറ്റിലും അതൊന്നും അനുവദിക്കാൻ പാടില്ല. ശരിയാണ്. അപ്പോൾ അന്നേരമാണ് അവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലായത്. ഈ ജോർജ് എന്ന് പറഞ്ഞാൽ നക്കി നോക്കുന്നതിൻ്റെ കാര്യവും ബ്ലഡ് ചൂട് രക്തം. പിന്നെ നമ്മൾ കേട്ടിരിക്കുന്ന ഈദി അമീൻ, ആഫ്രിക്കയിലെ ഈദി അമീന് മനുഷ്യ മാംസം തിന്നും എന്ന് കേട്ടിട്ടുണ്ട്. വേണ്ടല്ലോ, എന്തിനാ അവിടെ പോകുന്നത്? എലന്തൂർ പോയാൽ പോരെ. എലന്തൂർ ഒരു ലിവറിൻ്റെ കഷ്ണം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നില്ല മനുഷ്യൻ്റെ. അതെന്തിനാ അങ്ങനെ മാറ്റി വെച്ചത്? ലിവർ കഴിച്ചാൽ നല്ല ആരോഗ്യം, നല്ല പുഷ്ടിയൊക്കെ കിട്ടുമെന്നൊക്കെ ചിന്ത വന്നവ എന്ത് ചെയ്യും? അതൊക്കെ നമ്മുടെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ആ എലന്തൂർ കേസിനകത്ത് എപ്പോഴും അതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ കേരളത്തിലുണ്ട്. അതൊന്നും വെളിച്ചത്താകുന്നില്ല. എല്ലാവർക്കും ഭയം, ഭീതി. പക്ഷേ ഇപ്പോൾ ഈ കോട്ടയത്തെ ആ ക്രൈംബ്രാഞ്ചിൽ നിന്ന്, കാരണം അവിടെ അതിരമ്പുഴയിലുള്ള ജയനമ്മയുടെ ബ്രദർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അയാൾ പുറകെ നടന്നുകൊണ്ടാണ് ആ കേസിലോട്ട് മറ്റു കേസിലേക്കും വെളിച്ചം വീശാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കുറ്റവാളികൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അങ്ങനെയുള്ളവരായിരിക്കാം അല്ലേ? ഇതെല്ലാം അങ്ങനെയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ആരും ഇല്ലാത്തവരും പിന്നെ സാമ്പത്തികമുള്ളവരും വേണം. ഇപ്പം റോസമ്മയായിട്ട് നല്ല അടുപ്പം ഉണ്ടെന്നാണ് പറയണേ. റോസമ്മയെ അവിടുത്തെ പോലീസൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റോസമ്മയ്ക്ക് സാമ്പത്തികം ഇല്ലായിരിക്കാം. അപ്പം ഇയാൾക്ക് ഇപ്പം അയാൾ അവിടെ കോണ്ടം കണ്ടപ്പോൾ ഇയാൾക്ക് ഈ 50-52 ആ ഏജിലുള്ളവരായിട്ട് സെക്സ് ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ആ സ്ത്രീകൾ അങ്ങനെ ഇയാളുടെ വീട്ടിലോട്ട് വരാം. അന്നേരം ഇയാൾ കൊല്ലും. അപ്പോൾ അങ്ങക്ക് ഒരു അയാൾക്കൊരു പ്ലഷർ കിട്ടുന്നത് സെക്സിൽ കൂടെയും അതേ സമയത്ത് ആളെ കൊല്ലുന്നതിലും ബ്ലഡ് കാണുന്നതിലും ഒക്കെ ആയിരിക്കാം. അതെ, കുറച്ച് വിചിത്രമായ മനോരോഗമുള്ള ആളാണ്. വിചിത്രമായ മനോരോഗം. അതെ, ഇത്തരക്കാർ പലപ്പോഴും അധികമൊന്നും ആൾക്കാരുമായി കോൺടാക്റ്റിൽ ഉണ്ടാവില്ല. സാമൂഹിക അവരുടെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് നാൾ മുമ്പ് ഈ എന്താണ് മന്ത്രവാദത്തിൻ്റെ പേരിൽ ചിലരെയൊക്കെ കൊലപ്പെടുത്തിയ കേരളത്തിൽ അങ്ങനെ ഒത്തിരി കേസുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സംശയമൊന്നും നമുക്ക് ഇതിലില്ലെന്ന് തോന്നുന്നു. ഒരു മന്ത്രവാദം, ബ്ലാക്ക് മാജിക്കോ അതും പറയാറായിട്ടില്ല. കാരണം അത് വളരെ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവൻ എന്തിനാണ് ഈ ആൾക്കാരെ കൊല്ലുന്നത്? അത് ഇറച്ചി നുറുക്കുന്ന പോലെ എന്തിനാണ് നുറുക്കുന്നത്? അതാണ് അവിടെയാണ് നമുക്ക് സംശയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്ലഡ് ഇയാൾക്ക് കാണണം. ചിലർക്ക് ബ്ലഡ് കണ്ടെങ്കിലേ ഒരു രസമുള്ളൂ. ചിലർക്ക് അങ്ങനെയാണ്. ബ്ലഡ് നമുക്ക് വേണ്ടല്ലോ. നമ്മൾ ബ്ലഡ് കണ്ടാൽ കൊതിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ പാലക്കാട്ട്, ചെന്താമരയല്ലേ സാർ? ചെന്താമര. അത് മറന്നുപോയത് അല്ല, അത് വലിയ ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഒത്തിരി കേസുകളുണ്ട്. ഈ ബ്ലഡ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒത്തിരി ക്രിമിനൽസ് ഉണ്ട്, ഗുണ്ടാസാണ്. അതിലൊന്നും പ്രോബ് ചെയ്ത് പോയിട്ടില്ല. നമ്മൾ അതിലൂടെയൊക്കെ പ്രോബ് ചെയ്യണം മനുഷ്യൻ്റെ അങ്ങനെയുള്ള വാസനകൾ. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒത്തിരി കേസുകൾ കേരളത്തിലായിപ്പോയി. അതെ, അത് ഇവിടെ മാത്രമല്ല, പലയിടത്തും പല രാജ്യങ്ങളും ഇതേ ടേസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷേ മലയാളികൾ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾച്ചേർഡായിട്ട് അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഇടയിൽ അവർ ചെയ്യാത്തതിനേക്കാളും ഭീകരമായ കൊലപാതകങ്ങളും ഭീകരമായ മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നവർ ഇക്കാര്യം വളരെ ഗൗരവമായി എടുക്കുക. സ്വഭാവ വൈകൃതം ഉള്ളവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അവർ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക. കാരണം അതിന് ചുറ്റും താമസിക്കുന്നവർ, അവർക്ക് ചുറ്റും ഇടപെടുന്നവർ, അവരുടെയൊക്കെ തന്നെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതിനെ തടയുവാൻ ഇത്തരത്തിലുള്ള പഠനങ്ങൾ വലിയ സഹായം ചെയ്യും എന്നുള്ളതാണ് ഒരു വശം. 2, ഇത്തരത്തിലുള്ള കാണാതാകുന്ന കേസുകളൊക്കെ തന്നെ എഴുതിത്തള്ളുന്ന പോലീസ് 2 വട്ടം ആലോചിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആലോചിക്കുക. എവിടെ പോയിരിക്കാം ഇവർ? അതോ മൺമറഞ്ഞു പോയോ? ആരെങ്കിലും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്ന്. അങ്ങനെയുള്ള അന്വേഷണങ്ങളാണല്ലോ ഈ സീരിയൽ കില്ലിങ്ങിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങളുമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക്, എന്തിനായിരിക്കാം സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ കൊന്നത്? ഇനിയും കൂടുതൽ പേർ ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ്റെ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യത്തിന് ഇരയായിട്ടുണ്ടോ? അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഇയാളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഒട്ടേറെ നിഗൂഢതകളാണ് സെബാസ്റ്റ്യൻ്റെ ആ 2.5 ഏക്കറിൽ ഒളിഞ്ഞു കിടക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ആ ചുരുളുകൾ അഴിയുന്നതിനായി. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.